ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഈ വട്ടക്കായലിൻ്റെ ചുറ്റും വള്ളത്തിൽ വട്ടം കറങ്ങാൻ പോവാണ് കേട്ടോ. നല്ല വെയിലൊക്കെയുള്ള നല്ല കാലാവസ്ഥയുള്ള നല്ലൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കായലിന് ചുറ്റും ഒന്ന് വട്ടം കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നതാണ്. പിന്നെ നല്ലൊരു സമയവും സാഹചര്യവും ഇതൊക്കെ ഒത്തു വരാത്തത് കൊണ്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എന്ത് തന്നെയായാലും ഇന്നിപ്പോൾ നമ്മളൊരു വണ്ടിയൊക്കെ എടുത്തിട്ട് അങ്ങ് ഇറങ്ങി കേട്ടോ. ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് നല്ല രസമാണ് കേട്ടോ. ഇതിങ്ങനെ നല്ല വലിയൊരു സംഭവമാണ്. ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ ഇത് നമ്മുടെ സാധാരണ മാനുവലായിട്ടുള്ള ബോട്ടാണ് കേട്ടോ. നമ്മളിങ്ങനെ ചവിട്ടി പോകുന്നത് കാണുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നും. കാരണം അങ്ങനെ തോന്നിയോണ്ടാണ് കേട്ടോ ഞങ്ങളും ചാടിക്കുത്തി കയറിയത്. കാരണം ഇതിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇതിലിങ്ങനെ പോകുന്ന കാണാം. പക്ഷെ അവരുടെ ഒന്നും ഒരു ആരോഗ്യം നമുക്കില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വട്ടക്കായലിൻ്റെ ചുറ്റും ഒരൊറ്റ വട്ടം റൗണ്ട് അടിച്ചിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ആപ്പീസ് പൂട്ടും എന്നുള്ളതാണ്. പിന്നെ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് അവിടെയൊക്കെ നമുക്കിങ്ങനെ കുറേ നേരം നിൽക്കാനൊക്കെ തോന്നും. പക്ഷേ ഇത് ചവിട്ടിച്ച് ഏതെങ്കിലും ഒരു കരയിലോട്ട് എത്തണമല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ദൈവമേ, തിരിച്ച് എന്നാ പറയുന്നത് കറക്കാൻ പറ്റി കറങ്ങി തിരിയുന്ന വല്ല സംഭവം ഉണ്ടായിരുന്നെങ്കിൽ തിരിഞ്ഞ് വന്നിടത്തോട്ട് തന്നെ പോകാൻ തോന്നിപ്പോൾ. ഈ പായ്ക്കപ്പൽ എന്നൊക്കെ പറയില്ലേ, അത് കൂട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തോടെ ഇങ്ങനെ കുറേ ആൾക്കാർ നല്ല ദൂരമാണ് കണ്ടോ. നമ്മൾ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ കാണുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലേ ദൂരമാണെന്നുള്ളത്. ഇതിങ്ങനെ നമ്മൾ ആ ഒരു വട്ടക്കായലിൻ്റെ ചുറ്റും വരുമ്പോൾ അതിൻ്റെ നടുക്കൊരു ദ്വീപ് പോലുള്ളൊരു സംഭവമാണ് കേട്ടോ. കാട് പോലെ ഇങ്ങനെ ഇരിക്കുന്നത്. എന്തായാലും ഇവിടെ എത്തിയതേ ഉള്ളൂ. തുടങ്ങിയെടുത്ത് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. മുകളിലിങ്ങനെ ഒരു മഴക്കാറൊക്കെ ഇങ്ങനെ കൂടി നിൽപ്പുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ചെറിയൊരു പേടി തോന്നി. കാരണം ഈ മഴയൊക്കെ നനയേണ്ട വന്ന പ്രശ്നമാവുമല്ലോ എന്നോർത്ത്. എന്നാൽ ആഞ്ഞ് ചവിട്ടി കേട്ടോ. നല്ല രസമാണ്, നല്ലൊരു എക്സസൈസ് ആണ് കേട്ടോ. എൻ്റെ പൊന്നോ മതി പെട്ടുപോകും. കാരണം ഇവിടെയൊക്കെ വെച്ചിട്ട് കാല് പകുതിയല്ല ഒരു കാൽഭാഗം കഴിഞ്ഞപ്പോൾ തന്നെ കാല് വേദനിക്കാൻ തുടങ്ങി കേട്ടോ. പക്ഷെ നമുക്ക് ചവിട്ടാതെ പറ്റില്ലല്ലോ, നമ്മൾ വന്നിടത്ത് തന്നെ നമ്മൾ തിരിച്ചെത്തണ്ടേ. അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ മാത്രമല്ല, നമ്മുടെ പുറകിൽ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർ വരും. 1 മണിക്കൂറിനോ 2 മണിക്കൂറിനോ ഒക്കെ ഇതുപോലെ വാടകയ്ക്ക് എടുത്തിട്ട് ഇങ്ങനെ ചുറ്റാണ് കേട്ടോ. ചുറ്റി ആൾക്കാരിങ്ങനെ നടക്കുകയാണ്. അപ്പം വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ പുറകിൽ കൂടെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ ഒന്നും നിന്ന് പോകാൻ പാടില്ലല്ലോ, മുന്നോട്ട് തന്നെ ചവിട്ടണമല്ലോ. അങ്ങനെ ചവിട്ടി ഈ 1 മണിക്കൂറത്തേക്കായിരുന്നു കേട്ടോ ഞങ്ങളിത് എടുത്തത്. അപ്പോൾ ഞാൻ അവിടെ 1 മണിക്കൂർ അതിനൊക്കെ ആവശ്യമുണ്ടോ? പക്ഷേ ഇത് ആ അറ്റത്ത് നീ അറ്റം വരെ ചവിട്ടി വരുമ്പോഴത്തേക്കും 1 മണിക്കൂറോളം എടുക്കും കേട്ടോ. അത് നമുക്ക് സമയം അതിൻ്റെ അകത്ത് മിച്ചമൊന്നുമില്ല. കുറച്ച് നേരം ഇങ്ങനെ നിർത്തിയിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് പയ്യെ പോകണമെന്നാണെങ്കിൽ ഒരു 2 മണിക്കൂറത്തേക്കൊക്കെ എടുക്കേണ്ടി വരും. കാരണം അത്രയ്ക്ക് വലുപ്പമുണ്ട് കേട്ടോ ഈ ഒരു വട്ടക്കായലിന്. എന്ത് തന്നെയാലും നല്ല രസമായിരുന്നു. നല്ല വെള്ളവും എന്ന് പറയുന്നത് നല്ലൊരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. നല്ല കാലാവസ്ഥയാണ്, അത് തന്നെയാണ് മെയിനായിട്ടുള്ള അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഈ നടുക്കുള്ള ഈ ദ്വീപ് പോലുള്ളൊരു സംഭവം കണ്ടപ്പോൾ ഇതിനകത്തേക്ക് കയറാൻ പറ്റുമോ, ഇതിനകത്ത് കയറി എങ്ങനെയായിരിക്കും ഇങ്ങനെയൊക്കെ ആലോചിച്ചു. പക്ഷെ ആരും ഇതിനകത്തേക്ക് കയറാറൊന്നുമില്ല കേട്ടോ. കയറുന്നത് നമ്മൾ കണ്ടുമില്ല കേട്ടോ. അങ്ങനെ എന്ത് തന്നെയായാലും 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ആ വട്ടക്കായലിൻ്റെ ചുറ്റും ഒരു വട്ടമൊക്കെ വെച്ചിട്ട് തിരിച്ചു വന്നു. കുറേ ആൾക്കാർ വീണ്ടും ചുറ്റിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു. നമ്മുടെ ചുറ്റലൊക്കെ കഴിഞ്ഞു കേട്ടോ. എന്ത് തന്നെയായാലും നടക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ അന്ന് കയറിയത് എങ്ങനെയാണെന്ന് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. കാരണം കാലിനും അതിരി വേദനയായി. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഓക്കെ, ബൈ.